നമസ്കാരം. കിടക്കപ്പായിൽ നിന്നും എഴുന്നേറ്റ ഒരു കട്ടൻ ചായ എന്നിട്ടാണ് പലപ്പോഴും പലരും പല്ല് തേപ്പും കുളിയും പോലുള്ള പ്രഭാത കർമ്മങ്ങൾ പോലും നിർവഹിക്കുന്നത്. മിക്ക മലയാളികളുടെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ശീലം തന്നെയാണ് ഈ ചായ കുടി. 1-2 ചായ മുതൽ ചിലപ്പോൾ ചിലർ ദിവസം 7-8 ചായ വരെ കുടിക്കുന്നവരുണ്ട്. ചിലർക്ക് ചായ കുടിച്ചില്ല എങ്കിൽ തലവേദനയടക്കം വരും. എന്നാൽ നിങ്ങൾ ഈ കുടിക്കുന്ന ചായ നിങ്ങളുടെ ജീവൻ എടുക്കാൻ വരെ കാരണമാകുന്ന ഒരു കൊടും വിഷമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? ഇല്ല എങ്കിൽ പോലും അതാണ് സത്യം. ചായയിൽ കടുപ്പത്തിന് ചേർക്കുന്നത് കൊടും വിഷമാണെന്ന് കഴിഞ്ഞ ദിവസം പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ക്യാൻസറിന് വരെ കാരണമാകാവുന്ന രാസവസ്തുക്കളാണ് ചായപ്പൊടിയിൽ കലർത്തുന്നത് എന്ന കണ്ടെത്തലുകൾ വന്നിരിക്കുന്നു. മായം ചേർത്ത ചായപ്പൊടി നിർമ്മിക്കുന്ന ഉറവിടം പരിശോധനയിൽ കണ്ടെത്തുകയും 2 പേരെ ഇതിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സാഹസികമായാണ് ഈ വ്യാജ നിർമ്മാണ സംഘത്തെ ഈ ഉദ്യോഗസ്ഥർ പിടികൂടിയത്. തിരൂർ, താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം വ്യാജ ചായപ്പൊടി വീരന്മാർ വലയിലാകുന്നത്. മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ഇതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ജില്ലയിലെ തട്ടുകടകളിൽ കഴിഞ്ഞ മാസം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സംഭവങ്ങളുടെ തുടക്കം. കടുപ്പം കൂടിയ ഒരു പ്രത്യേക ചായക്കായി ആവശ്യക്കാർ ഏറെയാണ്. ചായപ്പൊടിയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണം ആദ്യമെത്തിയത് വയലത്തൂരിൽ. ആവശ്യക്കാരെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ വിതരണക്കാരെ ബന്ധപ്പെടുന്നു. ബേങ്ങാറ സ്വദേശി അനസ് ഒരു വാഹനം നിറയെ ചായപ്പൊടിയുമായി വയലത്തൂരിലെത്തുന്നു. കണ്ടാൽ കടകളിൽ ലഭിക്കുന്ന ചായപ്പൊടിക്ക് സമാനമായിട്ടുള്ള ചായപ്പൊടി. എന്നാൽ ഇവ പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അതായത് രാസവസ്തുക്കൾ ചേർത്താണ് ഈ ചായപ്പൊടി നിർമ്മിച്ചത്. സിന്തറ്റിക് ഫുഡ് കളറാണ് ചായപ്പൊടിയിൽ ചേർത്തിരിക്കുന്നതെന്നതാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇവ ക്യാൻസറിന് വരെ കാരണമായേക്കാമെന്നാണ് കണ്ടെത്തൽ. MSc കെമിസ്ട്രി പൂർത്തിയാക്കിയിട്ടുള്ള ആഷിഖ് എന്ന വ്യക്തിയാണ് ഈ വ്യാജ ചായപ്പൊടി നിർമ്മാണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്നതാണ് കണ്ടെത്തൽ. മുഖ്യ സൂത്രധാരന്റെ പേരോ വിലാസമോ പറയാൻ പിടിയിലായ അനസ് തയ്യാറായിരുന്നില്ല എങ്കിൽ പോലും പിന്നീട് അത് കണ്ടെത്തി. ചായപ്പൊടിയിൽ മായം ചേർക്കാറുണ്ടെന്ന് ആഷിഖ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. വിഷപ്പൊടി നിർമ്മാണത്തിനായി ആഷിഖ് പഴയ ഒരു വീട് തന്നെ ഗോഡൌൺ മാറ്റിയിരിക്കുന്നുണ്ട്. കെട്ടുകണക്കിന് ചായപ്പൊടിയാണ് ഇവിടെ കവറുകളിലാക്കി വിറ്റിരുന്നത്. നിർമ്മാണശാലയ്ക്ക് ലൈസൻസോ മറ്റു രേഖകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഗോഡൌണുകളിൽ നിന്നും 100 കിലോയോളം മായം ചേർത്ത ചായപ്പൊടിയാണ് ഇതിന്റെ പേരിൽ അന്വേഷണ സംഘം കണ്ടെത്തിയത്. കിഡ്നി, കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ തകർക്കാൻ പ്രഹരശേഷിയുള്ള മാരക രാസവസ്തുക്കളാണ് സംഘത്തിന്റെ ചായപ്പൊടി നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നത്. ഇതിന് ആവശ്യക്കാർ ഏറിയതിന്റെ പ്രധാന കാരണവും ഇതുതന്നെയായിരുന്നു. ഒരുതരം ലഹരിയായി ഈ ചായ മാറിയിരുന്നു. രഹസ്യമായി ജില്ലയിലെ തട്ടുകടകളിലും ചെറു സ്ഥാപനങ്ങളിലും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇവർ വിൽപ്പന നടത്തിയത്. ബില്ലുകൾ നൽകിയിട്ടുണ്ടായിരുന്നില്ല. കോഴിക്കോട് ലാബിലേക്ക് അയച്ച തേയില സാമ്പിളിന്റെ പരിശോധന ഫലം വരുന്ന മുറയ്ക്ക് അറസ്റ്റ് നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. 10 ലക്ഷം വരെ പിഴയും 2 വർഷമോ അതിലധികമോ തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ജില്ലയിൽ പരിശോധന തുടരുകയാണെന്നും ഭക്ഷ്യവകുപ്പ് വിഭാഗം അറിയിച്ചു. അപ്പോൾ പറഞ്ഞു വന്നത്, എല്ലാ ചായപ്പൊടികളും ഇങ്ങനെയല്ല എങ്കിൽ പോലും നിങ്ങൾ കഴിക്കുന്ന ചില ചായപ്പൊടികൾ ഇങ്ങനെയാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിനാൽ ജാഗ്രത എപ്പോഴും വേണം.